ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. പണിയൊക്കെ കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കട്ടോ. രാവിലെ ജോലിക്ക് പോകുന്നവർക്കും പിന്നെ സ്കൂളിലേക്ക് നമ്മൾ കുട്ടികളെ പെട്ടെന്ന് പറഞ്ഞയക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊക്കെ. പിന്നെ നമ്മൾ വീട്ടമ്മമാർ അത്യാവശ്യം ചെയ്യേണ്ട കുറച്ച് സെൽഫ് കെയറിനെ കുറിച്ചും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഞാനിത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു റൂട്ടീനാണ്. എൻ്റെ മോള് രാവിലെ നേരത്തെ പോവും, 6:45, 6:30ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ആവണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞിട്ട് നേരത്തെ എണീക്കുക എന്നുള്ളതാണ്. ടൈം ഞാൻ ചെയ്യൽ 5 മണിക്കാണ് ഞാൻ അലാറം വെക്കൽ. അലാറം വെച്ചിട്ട് 5 മണിക്ക് തന്നെ എണീക്കും ഞാൻ. 4:45 വേണമെങ്കിലും നമുക്ക് വെക്കട്ടെ. അലാറം ഓഫാക്കി കിടക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ശീലം വേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റ് കഴിഞ്ഞിട്ട് സുബസ്കാരം കാര്യങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും എക്സസൈസും ഒക്കെ ഇതിന് എനിക്ക് സമയം കിട്ടലുണ്ട്. 5:30 വരെ എനിക്കുള്ള സമയമാണ്. 5 മണി മുതൽ 5:30 വരെ. അതിനുശേഷം ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉമ്മാക്കുള്ളതാണ്. ഞാനൊരു ഗ്ലാസ് വെള്ളം, ഈത്തപ്പഴം, പിന്നെ ബദാം അങ്ങനെയൊക്കെയാണ് കഴിക്കലിട്ട് രാവിലെ വെറും വയറ്റിൽ. അതൊക്കെ ഞാൻ എല്ലാ വീഡിയോസിലും ഷെയർ ചെയ്യലുള്ളതാണ്. നമ്മൾ വീട്ടമ്മമാർ നല്ല എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിച്ച് ശീലമാവട്ടെ. രാവിലെ ഒരെണ്ണമെങ്കിലും ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു ബദാമെങ്കിലും കഴിക്കാൻ വേണ്ടി ശീലമാവുക. അപ്പോൾ അത് നമ്മളിനി കാണിക്കുന്നത് തലേ ദിവസം വൈകുന്നേരം ഞാൻ കുറച്ചെടുത്ത കാര്യങ്ങളാണ്. തലേ ദിവസത്തെ എൻ്റെ പ്രിപ്പറേഷൻസാണ് കാണിക്കണം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ പണി കഴിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചെയ്തു വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അരക്കാനുള്ള നമുക്ക് ദോശക്കോ അല്ലെങ്കിൽ വെള്ളപ്പത്തിനൊക്കെ ഉണ്ടാവണ മാവുണ്ടല്ലോ, അത് അരക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ കേട്ടോ. അപ്പോൾ അരിയും ഉഴുന്നൊക്കെ എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാണ് കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 4 മണിയാണ്. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ വൃത്തിയാക്കി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരൽ വൈകുന്നേരം 4 മണിക്കാട്ട് എന്തെങ്കിലും പണിക്കായിട്ട് വരൽ. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നിട്ട് ഫുഡൊക്കെ എടുക്കും. പക്ഷേ എന്തെങ്കിലും പണിക്കായിട്ട് പിന്നെ വരുന്നത് വൈകുന്നേരം 4 മണിക്ക് കിച്ചണിൽ വീണ്ടും കയറും ഞാൻ. രാവിലെ 8 മണിക്ക് നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. പിന്നെ പണിക്കായിട്ട് വരുന്നത് വൈകുന്നേരം 4 മണിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം വന്നിട്ട് ഞാൻ അരിയൊക്കെ ഞാൻ ഇട്ടതിന് ശേഷം ഇനി അടുത്ത പരിപാടി എന്നുള്ളത് കുറച്ച് വിറകെടുത്ത് വെക്കുകയാണ് ചെയ്യട്ടോ. നാളെ രാവിലേക്കൊക്കെ ഉള്ള വിറക് നമ്മൾ പെട്ടെന്ന് നമുക്ക് അടുപ്പും കാര്യങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വിറകെടുക്കാനും കാര്യത്തിനൊന്നും പോകരുത്. ഒക്കെ നമ്മൾ റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ അരി കുതിർക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ വിറകൊക്കെ എടുത്തിട്ട് വെക്കുകയാണ്. അപ്പോൾ മോള് വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീറ്റിംഗ് എന്തോ ഉണ്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ കിട്ടിയപ്പോൾ ഞാൻ വേഗം വിറകെടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൂടുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ സ്റ്റോർ റൂമിൻ്റെയും ബാത്റൂമിൻ്റെ ഒക്കെ മുകളിലൊരു ഭാഗമാണിത്. അപ്പോൾ ഇതിലൊരുപാട് വിറക് നമുക്ക് കൊള്ളും. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും അതിൻ്റെ ഉള്ളിലാണെങ്കിൽ. ഈ മഴക്കാലത്തായാലും വേനൽക്കാലമായാലും എപ്പോഴായാലും വിറക് നല്ല ഉണങ്ങിയിട്ട് നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലാണ് വിറക് വെക്കൽ ഞാൻ. അപ്പോൾ നല്ല നമുക്ക് കിച്ചണിലൊന്നും നമ്മൾ അധികം പൊടിയും കാര്യങ്ങളൊന്നും പോലിട്ട കുറച്ച് പോകും എന്തായാലും വിറകിൻ്റെ മുകളിലത്തെ. പക്ഷേ എന്നാലും നല്ല വൃത്തിയുള്ള വിറകായിട്ടിരിക്കും കേട്ടോ. പുറത്ത് വെക്കണേക്കാട്ടിലും ഒന്നും കൂടി വൃത്തി വരും. അതാണ് ഞാൻ ആ കൂട്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത്. അപ്പോൾ ഞാനിനി നമ്മൾ അടുപ്പിൻ്റെ താഴെയുള്ള ഭാഗത്ത് വിറക് വെക്കുന്നിടത്ത് നമ്മൾ വിറക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ നമുക്ക് പെട്ടെന്ന് എടുത്ത് കത്തിക്കാൻ ഈസിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളാണിത്. വിറകടുപ്പിൽ കത്തിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇത് ചെയ്യണം. കുട്ടികൾക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങൾ ചോറൊക്കെ നമ്മൾ ഹാഫ് വേവിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അത് തിളപ്പിച്ചിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ചോറൊക്കെ കൊടുത്തേക്കൽ. അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് ഇഷ്ടമല്ല, അവർ കഴിക്കില്ല, ഞാൻ കൊടുക്കലില്ല കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് രാവിലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് കൊടുത്തേക്കാൻ. അപ്പോൾ നമ്മൾ രാവിലെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേറെ ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ വീണ്ടും പരക്കും. അതൊക്കെ റെഡിയാക്കിയിട്ട് വേണം പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കാനില്ലേ.
ഇനി വിറകെടുത്തക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം അടുത്ത പരിപാടി ഇതാ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുക ചെയ്യട്ടോ. അപ്പോൾ നാളെ എന്താണ് നമുക്ക് ഉണ്ടാക്കാനുള്ളത് എന്നുള്ളത് ആലോചിച്ചിട്ട് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറ്റണോ അതൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കട്ടോ. ഒരു വൈകുന്നേരം ഒരു രാത്രി ഫ്രിഡ്ജിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് പിറ്റേ ദിവസം പ്രിപ്പയർഡ് ചെയ്ത് വെച്ചിട്ട് കുഴപ്പമില്ല. എന്ത് ഫുഡും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുന്നത് ചൂടാക്കി കഴിക്കാതിരിക്കുകയാണ് ശ്രമിക്കേണ്ടത്. പഴയ നമ്മൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞത് കുക്ക് ചെയ്തത് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചൂടാക്കി കഴിക്കണേക്കാട്ടിലും എത്രയോ ബെറ്ററാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസിയാണ് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മക്കൾ പോണ സമയത്തേക്ക് എനിക്ക് ഒക്കെ റെഡി ആവലുണ്ട്. 6:45 മോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. അപ്പോൾ 6:30 എനിക്ക് ഫുഡ് ഉണ്ടാക്കണം. അവൾക്ക് ട്യൂഷനുള്ളതാണ്. അപ്പോൾ 7 മണിക്ക് ബസ് വരും. അപ്പോഴേക്കും എല്ലാം റെഡിയാക്കി കൊടുക്കണം. അവൾക്ക് വീട്ടിൽ നിന്ന് 6:45 ഇറങ്ങും. ഞാൻ നാളെ രാവിലെ ഉണ്ടാക്കുന്നത് വെള്ളപ്പവും കുറുമ കറിയും കൂടി ഉണ്ടാക്കാമെന്ന് കരുതുന്നിട്ട വെജിറ്റബിൾ കുറുമയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ അരി അവിടെ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി കുറുമയിലേക്കുള്ള വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ ഒരുമിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾ പോണ സമയത്തേക്ക് നേരത്തെ ഒക്കെ റെഡിയാവും കേട്ടോ നമുക്ക്. അപ്പോൾ ഉച്ചക്കൊക്കെയുള്ള ലഞ്ചൊക്കെ ഒരുമിച്ചുണ്ട് ശരിയാവും. അപ്പോൾ കിച്ചണൊക്കെ ഒരു പ്രാവശ്യം ക്ലീൻ ചെയ്താൽ മതി, പണികൾ എളുപ്പം കഴിയും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ജോലിക്ക് പോണ ആളുകളുണ്ടെങ്കിൽ അവർക്കും കുട്ടികൾക്ക് സ്കൂൾ കൊടുത്തയക്കാനും അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും നല്ല ഈസി ആയിരിക്കും പണി. കുറുമയിലേക്കുള്ള ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, വലിയുള്ളി, അങ്ങനെ ബീൻസ് അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പാത്രത്തിലാക്കി വെക്കണം, ഒരു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ അത് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ഈസിയാണ്. പിന്നെ അടുത്തത് നമുക്ക് ഉപ്പേരിക്ക് എന്താണ് ആവശ്യമുള്ളത് വെച്ചാൽ അത് എടുത്തിട്ട് അതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ ബീട്രൂട്ടും കൂടി ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകെ 1 മണിക്കൂർ നമ്മൾ കിച്ചണിലൊന്ന് ചിലവാക്കിയാൽ മതി കേട്ടോ. കിച്ചണിലല്ല, മൊത്തത്തിൽ പ്രിപ്പറേഷൻസിന് നമ്മൾ 1 മണിക്കൂറാണ് എടുക്കൽ. 4 മണിക്ക് ഞാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്തെങ്കിലും വൈകുന്നേരത്തെ ചായക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടപ്പെട്ട ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പം ചോറ് കഴിക്കട്ടെ സ്കൂളിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒക്കെ ഞാൻ ഈ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ശരിയാക്കി എടുക്കലുണ്ട്. അപ്പോൾ നമ്മൾ ബീട്രൂട്ട് ഇതാ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞാൻ സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നല്ല കട്ടി കുറഞ്ഞിട്ട് നമുക്ക് ഉപ്പേരി ആവട്ടെ. രാവിലെ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കാട്ടിലും ഒന്നും കൂടി തിന്നായിട്ട് കട്ടി കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നല്ല ഈസിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആക്കി വെക്കൽ. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ കറിക്കുള്ളതാണ് അരിഞ്ഞു വെക്കുന്നത്. അപ്പോൾ കറി മിക്കവാറും ഞാൻ മീൻ കറി വെക്കലില്ല. കാരണം സ്കൂൾക്ക് കുട്ടികൾക്ക് കൊടുത്തേക്കാനുള്ള കാരണം കൊണ്ട് സാമ്പാർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി കറികളാണ് ഉണ്ടാക്കൽ. പിന്നെ മീൻ പൊരിക്കലാണ് കേട്ടോ. വെണ്ടക്ക വെച്ചിട്ടൊരു കറിയാണ് നാളെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ചൊരു ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വെണ്ടയിലേക്ക് ആവശ്യമുള്ള നമ്മൾ തക്കാളി, വലിയുള്ളി ഒക്കെ കട്ട് ചെയ്തിട്ട് പച്ചമുളകൊക്കെ ഒന്നിച്ച് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നാളെ ഒന്നും നമുക്ക് കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒരു തിരക്കായിരിക്കില്ല. രാവിലെ കിച്ചണിൽ സാധനങ്ങൾ പരന്ന് കെടുക്കുക, പാത്രങ്ങൾ പരന്ന് കെടുക്കുക, അങ്ങനെയൊക്കെ നല്ല മെസ്സി ആയിട്ടായിരിക്കും കിച്ചണ് കെടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള കിച്ചണിൽ നിന്നിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് പണിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടാ. അപ്പോൾ പച്ചക്കറി കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മീൻ ഒന്ന് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ വൈകിട്ട് മീൻ കൊണ്ടുവരാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതാണ് ഈസി ഉള്ളത്. അതല്ല രാവിലെയാണെന്നുണ്ടെങ്കിലും മീൻ മാത്രമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഞാൻ വൈകിട്ട് മീൻ ഇതേപോലെ ഫ്രഷ് മീൻ ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടിക്കൽ. രാവിലേക്കൊക്കെ ആകുമ്പോൾ അത് കുറച്ച് നല്ലതല്ലേ, കാരണം വൈകുന്നേരമാണ് നല്ല മീൻ ഇവിടെ കിട്ടൽ. അപ്പോൾ ഞാനിത് അത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 മീൻ എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ, അത് മതി. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ മീൻ വെള്ളത്തിലിട്ടിട്ട് കുറച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതും ഞാൻ വീഡിയോയിൽ കാണിക്കലുണ്ട്, എൻ്റെ വീഡിയോയിൽ ഷെയർ ചെയ്യലുണ്ട്. ഇപ്പോൾ ഞാനിത് 2 മീൻ അയല മീനുള്ളത് അത് കട്ട് ചെയ്തിട്ട് ഞാൻ കായൊക്കെ കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനിൽ കായ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പെട്ടെന്ന് എടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. പിന്നെ നമ്മൾ കിച്ചണിൽ എപ്പോഴും പണിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മൾ ബോട്ടിൽസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്ന് തുടച്ചിട്ട് വെക്കട്ടെ. ഒരു ഉണങ്ങി ക്ലോത്ത് വെച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ് പിഴിഞ്ഞെടുത്തിട്ടുള്ള തുണി വെച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബോട്ടിൽസൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ. നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുത്തിട്ട് ഉപയോഗിക്കണതല്ലേ. അപ്പോൾ ഒന്ന് വൃത്തിയായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഒന്ന് തുടച്ചാണ്ട് വെക്കുക. അതിനൊന്നും പ്രത്യേകിച്ചൊരു സമയം കാര്യങ്ങളൊന്നും ആവശ്യമില്ല. നമ്മളെ ജോലികൾ നല്ലൊരു നീറ്റിൽ നമ്മൾ കൊണ്ടുപോയാൽ തന്നെ നമ്മളെ വീടും നമ്മളെ കിച്ചനും നമ്മളെ പണികളൊക്കെ നല്ല ഒരുക്കത്തോട്
കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാ ഞാൻ മീൻ കട്ടിങ് കഴിഞ്ഞ് ഞാൻ കായം കൂട്ടിയിട്ട് ഇതേപോലൊരു ബോക്സിലാക്കി വെക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കായം കൂട്ടി വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെക്കാട്ടോ. അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കിച്ചണിലത്തെ കട്ടിങ്ങും ഒക്കെ റെഡിയാക്കി വെക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ യൂണിഫോമൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ വലുതായിട്ട് അവരുതായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യുക കേട്ടോ. ഞാൻ മോൻ്റെതാണ് ചെയ്യൽ, മോളത് അവൾ തന്നെ എല്ലതും റെഡിയാക്കി വെക്കലുണ്ട്. ഞാനൊന്നും അവളെ കാര്യങ്ങൾ ശ്രദ്ധിക്കലില്ല. പിന്നെ കുറച്ച് സമയം ഞാൻ കുട്ടികളുടെ കൂടെ പഠിപ്പിക്കാനിരിക്കലുണ്ട്. അത് 2 പേരെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കലുണ്ട്. എനിക്ക് ഭയങ്കര മസ്റ്റായിട്ട് എനിക്ക് വേണ്ട ഒരു കാര്യമാണത്. കുട്ടികൾ നല്ല രീതിയിൽ പോകണം, അവരുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ അത് നമ്മളൊരു പോരായ്മ കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നോക്കാത്തത് കൊണ്ടോ കുട്ടികൾ ഒരിക്കലും ഒന്നിനും ബാക്കിലായി പോകരുത്. അപ്പോൾ അതിനുള്ള സമയം കൂടി നമ്മൾ കണ്ടെത്തണം. എല്ലാ കാര്യങ്ങളും രാത്രി കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് അവർ എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഹെൽപ്പോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഉള്ള അയൺ ചെയ്യാനുള്ളതും കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുക. പിന്നെ ബുക്സ് എടുത്ത് വെക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ രാത്രി തന്നെ റെഡിയാക്കി സെറ്റാക്കി വെക്കാൻ വേണ്ടി പറയുക അവരോട്. രാവിലെ ഒരു തിരക്ക് കൂടാതെ കുട്ടികൾക്കാലും നമുക്ക് റിലാക്സ് ആയിട്ട് കുട്ടികളെ പറഞ്ഞേക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക തന്നെ വേണം. യൂണിഫോം അയൺ ചെയ്തതിന് ശേഷം ഞാനിതാ അതിനുള്ള ബെൽറ്റും ബാഡ്ജും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇനി ഇവിടെയൊക്കെ കുറച്ച് നോട്ട് പാഡിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ടൈം ടേബിളും കാര്യങ്ങളും അവർക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചതാണ്. അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തത് വൈകുന്നേരം നമ്മളൊരു 4-5 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ അത് അരിയും ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലേക്കുള്ള ഗ്രീൻ പീസ്, നമ്മൾ കുറുമയിലേക്കുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തതൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്തിട്ട് കായം കൂട്ടിയിട്ട് ഉടനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വെജിറ്റബിൾസും കൂടി ഉണ്ട് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി ഒക്കെ റെഡിയാക്കി സെറ്റാക്കിയിട്ടാണ് ഇനി നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടാ. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം കണ്ടെത്തിട്ടാ. ഏതെങ്കിലും വീട്ടമ്മക്കൊക്കെ രാവിലെ നല്ല തിരക്കായിട്ട് അല്ലെങ്കിൽ ഒന്നിനും സമയം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ രാവിലെ എണീക്കുന്ന സമയത്തിൽ 1 മണിക്കൂർ മുന്നേ എണീക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. നമ്മൾ 5 മണിക്കാണ് എണീക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4:45 എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. അതല്ല 6 മണിക്ക് 6:30 എണീക്കുന്നവരുണ്ടാവും, അവരൊക്കെ 1 മണിക്കൂർ മുന്നേ ഒന്ന് എണീക്കാൻ വേണ്ടി ശ്രമിക്കുക. രാവിലെ നേരത്തെ ഒരുപാട് സമയമുണ്ട് കേട്ടോ, നമ്മളത് അറിയണില്ല. ഞാനിത് അപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. രാവിലെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് എക്സസൈസിനും ഒക്കത്തിനും സമയം ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ റിലാക്സ് ആയിട്ടാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ അടുപ്പ് പിടിപ്പിക്കുന്നുണ്ട്. ഞാൻ ചോറ് എങ്ങനെയായാലും നമ്മൾ അടുപ്പിലാണ് ഞാൻ വെക്കൽ. എനിക്ക് കുക്കറിൽ വെച്ചതോ റൈസ് കുക്കറിൽ വെച്ചതോ ചോറൊന്നും എനിക്കിഷ്ടമല്ല. നല്ല ചൂടോട് കൂടി അടുപ്പിലിരിക്കുന്ന ചോറാണ് എനിക്കിഷ്ടം. അപ്പോൾ അതാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോഴും 5:30 മണിയാണ്. 5:30 സമയത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കാനും വേണ്ടി കുറച്ച് വെക്കൂട്ട, കുട്ടികൾക്ക് കൊടുത്തയക്കാൻ നമുക്ക് കുടിക്കാനൊക്കെ ഒരു ദിവസത്തിനുള്ള വെള്ളം തിളപ്പിച്ചെടുക്കും ആദ്യം. അതൊക്കെ നമ്മൾ അടുപ്പിലാണ് ചെയ്യൽ. അപ്പോൾ പിന്നെ നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്ന് എല്ലാ സാധനവും പുറത്തേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഒന്നും കൂടി കഴുകിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കഴുകിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്, എന്നാലും ഒന്നും കൂടി ഒന്ന് കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അതിലേക്കുള്ള വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊടികളും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കർ അടച്ചിട്ട് വേഗം വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടാണ് തോന്നുന്നത്. വേഗം ഉണ്ട് വെച്ച് കൊടുക്കട്ടെ. നമുക്ക് എപ്പോഴും കുക്കിങ്ങിന് ഞാൻ നിൽക്കുന്നതിൻ്റെ മുന്നേ സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കൽ. അപ്പോഴാണ് കുക്കിംഗ് വേഗം തീരുന്നതായിട്ട് എനിക്ക് തോന്നൽ. പിന്നെ ഞാനിത് വെള്ളപ്പം കൂടി ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം അടുപ്പിലിരുന്നിട്ട് തിളക്കുന്നുണ്ട് കേട്ടോ. തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ട് ഒഴിച്ച് വെക്കും. അപ്പോൾ കുട്ടികൾ പോകാനാകുമ്പോഴത്തേന് ചൂടൊക്കെ ആറിയിട്ട് പിന്നെ ഒരു ദിവസത്തിനുള്ള വെള്ളം നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. മഴക്കാലമൊക്കെ ആയാൽ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമ്മൾ 5:30 മണിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6:30 ആകുമ്പോഴേക്കും എല്ലാ പരിപാടികളും കഴിയും. അങ്ങനെ നമുക്ക് കഴിയാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രിപ്പറേഷൻസ് ചെയ്ത് വെക്കുക തന്നെ വേണം.
വെള്ളപ്പം ചുടലും കുറുമ ഉണ്ടാക്കലും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കുറുമ ഒന്ന് താളിച്ചെടുക്കലും കൂടി ഉണ്ട്. തേങ്ങ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. തേങ്ങ ഒഴിച്ച സംഭവങ്ങളോട് ഇവിടെ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം 3 ചട്ടി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കുട്ടിക്ക് 6:30 ആകുമ്പോഴേക്കും പോകുമ്പോഴേക്കും എല്ലതും ആവണമല്ലോ. അപ്പോൾ ഫുഡൊക്കെ ആവണം. അപ്പോൾ ഒരുമിച്ച് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചട്ടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 പാനിലും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് 2 എണ്ണത്തിൽ. എന്നിട്ട് ഞാനിതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണത്. ഒന്നിൽ ഞാൻ വെണ്ട കറി വെക്കുന്നുണ്ട്, ഒന്നിൽ നമ്മൾ ഉപ്പേരിയും സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെ തന്നെ ചെയ്യട്ടെ, നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അപ്പുറത്തെ ചട്ടിയിൽ മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരുമിച്ച് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പോഴേക്കും മീനിട്ട് കൊടുക്കാനുള്ള എണ്ണ ചൂടാവും, അതിൽ മീനിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഉപ്പിട്ട് കൊടുക്കുകയാണ്, രണ്ടിലും ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉപ്പ് എടുക്കണതിൻ്റേതായാലോ വെളിച്ചെണ്ണ എടുക്കണതിൻ്റേതായാലോ കടുക് എടുക്കണതിൻ്റെ ഒക്കെ ടൈം 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യം 4 പ്രാവശ്യമൊക്കെ എടുക്കേണ്ടത് നമുക്ക് ഒരുമിച്ച് ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുമിച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് 3 എണ്ണത്തിലേക്കും. പിന്നെ അതിന് ശേഷം ഞാനിതാ നമ്മളെ കറിയിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കറികൾ തിളച്ച് കിട്ടാനൊക്കെ നമ്മൾ ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ. നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് പിന്നെ അത് തിളക്കോളം വെയിറ്റ് ചെയ്യണം. പിന്നെ കറികൾക്ക് സ്വാദ് കൂട്ടാൻ വേണ്ടിയിട്ടും ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മളെ കറിയും അവിടെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നിച്ചിട്ട് നമ്മളൊന്ന് വഴറ്റിയിട്ട് ശേഷമാണ് പൊടികൾ ചേർത്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ട് നമ്മളവിടെ സിമ്മിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുമിച്ചിട്ട് നന്നായിട്ട് ഒരു പോലെ തന്നെ ആയിട്ട് കറി നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. പിന്നെ നമ്മളെ മീൻ അവിടെ ഞാൻ മറിച്ചിടണം കൂടി ഉണ്ട്. അപ്പോൾ വേഗം എല്ലാ പരിപാടികളും ഒരുമിച്ച് തന്നെ തീർക്കും. അപ്പോൾ ഞാനവിടെ ചോറിനുള്ള അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ അരി കിടന്നിട്ട് വേവണുണ്ട്. 6:30 ആകുമ്പോഴേക്കും നമുക്ക് ചോറും കറികളും ബ്രേക്ക്ഫാസ്റ്റും എല്ലാത്തും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഇനി പാത്രങ്ങളിൽ നിന്നൊക്കെ എല്ലാം മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ കൂടുതൽ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. കുക്ക് ചെയ്ത പാത്രങ്ങൾ കറി ഞാൻ മാറ്റില്ല ചേട്ടാ. കറി മീൻ കറി ആണെങ്കിൽ മൺചട്ടിയിൽ ഉണ്ടാക്കുക, അല്ലാത്ത കറികൾ ഇങ്ങനെ ഉണ്ടാക്കൽ. അപ്പോൾ കറി അങ്ങനെ തന്നെ വെക്കലാണ്. അപ്പോൾ കിച്ചണൊക്കെ ഒന്ന് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതാ നമ്മളൊക്കെ ഒന്ന് വിരിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുന്നുണ്ട്. മോള് പോയിട്ടുണ്ട്, അവൾ 6:30-ക്ക് പോയിട്ടുണ്ട്. പിന്നെ മോന് 8:30-ക്കാണ് കേട്ടോ അവൻ്റെ ബസ് വരിക. അപ്പോൾ അവനെ പിന്നെ സമാധാനത്തിൽ പറഞ്ഞയച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇനി ഒന്ന് അടിച്ചു വരാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ വേഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണികൾ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആശ്വാസമാണല്ലോ അല്ലേ. എല്ലാ പണികളും വേഗം കണ്ട് ഒരു നല്ല എനർജറ്റിക് ആയിട്ട് പെട്ടെന്ന് എടുത്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. കുട്ടികൾ പോയി കഴിഞ്ഞാൽ കുറേ ഒരു സമയം നമുക്ക് കുളി കഴിഞ്ഞിട്ട് നമ്മളെ ഇഷ്ടങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അതിന് സമയം കണ്ടെത്താം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയായിട്ട് അടിച്ചു വരുന്നുണ്ട്. പിന്നെ തുടക്കണ കാര്യം ഞാൻ എപ്പോഴൊന്നും തുടക്കലില്ല കേട്ടോ. പിന്നെ മക്കളെ നമ്മൾ നല്ല വൃത്തി പോലെ നമ്മളെ വീട്ടിൽ എന്ത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും കൂടുതൽ പരത്താതെയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണികളൊന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. സാധനങ്ങൾ പരത്തിടാതായാലും പിന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കുമ്പോഴൊക്കെ നല്ല നീറ്റാക്കിയിട്ടും ഡിസിപ്ലിനോട് കൂടി കഴിക്കാൻ വേണ്ടി പറയുക. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് അത് പണി കുറക്കാനുള്ള വഴികളാണത്. അടിച്ചു വാരൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത പരിപാടി എന്നുള്ളത് ഇതാ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇടുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റോർ റൂമിലാണ് വാഷിംഗ് മെഷീൻ ഇട്ടത്. കാരണം കൊണ്ട് നമ്മൾ കുക്കിങ്ങിൻ്റെയും ക്ലീനിങ്ങിൻ്റെ ഒക്കെ ഇടയിൽ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വാഷിംഗ് മെഷീൻ മുകളിലാണ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ സൗകര്യത്തിന് സ്റ്റോർ റൂമിൽ സ്ഥലം ഉണ്ടായിരുന്നു, അപ്പോൾ അവിടേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾക്ക് പണികൾ എളുപ്പമാവാൻ വേണ്ടിയിട്ട് നമ്മളെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഓരോന്നൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മുഖത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ 1 സ്പൂണ് കസ്തൂരി മഞ്ഞളും 1 സ്പൂണ് ബീട്രൂട്ട് പൗഡറും എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. നല്ലൊരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കട്ടോ. ഇത് ഒരു 10 മിനിറ്റോളം നമ്മളെ മുഖത്ത് നിന്നിട്ടിട്ട് ഒന്ന് എന്നും കുളിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും നമ്മൾ എന്തെങ്കിലും ഒരു ഫേസ് പാക്ക് നമ്മളെ മുഖത്തിടാൻ വേണ്ടി ശ്രമിക്കട്ടോ. നമ്മളെ വീട്ടമ്മമാർ എന്തായാലും നമ്മളെ ബോഡി ഒന്ന് കെയർ ചെയ്യണം. അപ്പോൾ ഞാൻ അത് മുഖത്തിട്ടതിന് ശേഷം ഞാൻ കുറച്ച് റാഗിപ്പൊടി ഉണ്ടാക്കാൻ കേട്ടോ. റാഗി ഹിറ്റൊരു സ്മൂത്തി റാഗിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച്
പാല് ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 2 സ്പൂണ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തിന് നല്ല ഇതാണ് കേട്ടോ, നമുക്ക് ആരോഗ്യത്തിനും നല്ല ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ദിവസവും ഒരു ഗ്ലാസ് റാഗിൻ്റെ ഇത് കുടിക്കുന്നത് നല്ലതാണ്. ഒരു നുള്ളു ഉപ്പും ഒരു ലേശം പഞ്ചസാരയും കൂടി ചേർത്തെടുക്കട്ടെ. നമുക്ക് മധുരം കുറക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് നമ്മളൊരു നേരിയ മധുരത്തിൽ നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. കുളി കഴിഞ്ഞ് വന്നിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇടയിലായിട്ട് എന്തെങ്കിലും കഴിക്കുക. പിന്നെ എന്താ ഞാൻ 2 ഫ്രൂട്ട്സും കൂടി എടുക്കലുണ്ട്. എന്നും കഴിക്കുന്നതാണ്. ഇത് നമ്മൾ മുറിച്ച് വെച്ചിട്ട് നമ്മൾ ലഞ്ച് കഴിഞ്ഞതിന് ശേഷം അതും കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോരോ ദിവസത്തെ റൂട്ടീനും. അപ്പോൾ സെൽഫ് കെയറിനും നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിനും സമയം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും 9 മണിൻ്റെ മുന്നേ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസുകൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്.